പൂപ്പാറ ടൗണിൽ പുഴപ്പുറമ്പോക്കിൽ നിർമ്മിച്ച 29 വീടുകൾ ഉൾപ്പെടെ 88 കെട്ടിടങ്ങളാണ് ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ പൊളിച്ചു നീക്കിയത്. വീട് നഷ്ടമായവർക്ക് പകരം താമസസ്ഥലം കണ്ടെത്തുവാനുള്ള നെട്ടോട്ടത്തിലാണ് അധികൃതർ. എന്നാൽ ഇവരിൽ പുറമ്പോക്കിലെ വീടല്ലാതെ ഒരു തുണ്ട് ഭൂമി പോലും വേറെ ഇല്ലാത്ത 9 കുടുംബങ്ങളുണ്ടെന്ന് 2 വർഷം മുമ്പ് തന്നെ ജില്ലാ ഭരണകൂടത്തിന് റവന്യൂ വകുപ്പ് റിപ്പോർട്ട് നൽകിയിരുന്നു. പുഴപ്പുറമ്പോക്കിൽ താമസിക്കുന്ന 9 കുടുംബങ്ങൾക്ക് ഒരു തുണ്ട് ഭൂമിയോ മറ്റിടങ്ങളോ ഇല്ലെന്ന് 2 വർഷം മുമ്പ് റിപ്പോർട്ട് നൽകിയിട്ടും ഇവർക്ക് വീട് അനുവദിക്കുന്നതിൽ തുടർ നടപടികളിലേക്ക് കടക്കാതിരുന്ന റവന്യൂ വകുപ്പും ജില്ലാ ഭരണകൂടവും കോടതി ഉത്തരവ് പ്രകാരം വീടുകൾ പൊളിച്ചു നീക്കിയതിനു ശേഷം ഇപ്പോഴാണ് അർഹതയുള്ളവർക്ക് വീട് നൽകുവാൻ നടപടി സ്വീകരിക്കണമെന്ന് പഞ്ചായത്തിനോട് ആവശ്യപ്പെട്ടത്. ഇവരുൾപ്പെടെ വീട് നഷ്ടപ്പെട്ടതിൽ 15 കുടുംബങ്ങൾ താമസിക്കുവാൻ വീടും കൃഷിയിടങ്ങളും ഉള്ളവരാണെന്നാണ് ഇപ്പോൾ റവന്യൂ വകുപ്പ് അധികൃതർ പറയുന്നത്. എന്നാൽ നിലവിൽ 15 കുടുംബങ്ങൾക്ക് വീടില്ലെന്നാണ് പഞ്ചായത്തിന്റെ വാദം. ഈ കുടുംബങ്ങൾക്ക് ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 6 മാസത്തിനുള്ളിൽ വീട് അനുവദിക്കുമെന്ന് പഞ്ചായത്ത് അധികൃതർ ഉറപ്പു പറയുന്നുണ്ടെങ്കിലും വീട് നഷ്ടമായവർ ആശങ്കയിലാണ്. പതിറ്റാണ്ടുകൾക്ക് മുൻപ് മുതൽ കുടിയേറി താമസിച്ച സ്ഥലത്തു നിന്നാണ് ഇവർ പലരും കുടിയിറക്കപ്പെട്ടത്. വീട് നിർമ്മാണം പൂർത്തിയാക്കുന്നതുവരെ വാടക വീട്ടിലേക്ക് മാറുന്നവർക്ക് മാസം 4000 രൂപ വാടക നൽകാൻ തയ്യാറാണെന്നും പഞ്ചായത്ത് അധികൃതർ പറയുന്നു. താൽക്കാലികമായി വീട് നഷ്ടപ്പെട്ടവരെ മാറ്റിപ്പാർപ്പിക്കുന്നതിന് എസ്റ്റേറ്റ് പൂപ്പാറയിലെ സ്വകാര്യ തേയില കമ്പനിയുടെ ഒഴിഞ്ഞ വീടുകൾ വിട്ടു നൽകണമെന്ന് പഞ്ചായത്ത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ കമ്പനി ഈ ആവശ്യം പരിഗണിക്കില്ലെന്നാണ് വിവരം. അങ്ങനെയെങ്കിൽ ദുരന്ത നിവാരണ നിയമപ്രകാരം ഈ വീടുകൾ ഏറ്റെടുക്കാനാണ് ജില്ലാ ഭരണകൂടത്തിന്റെ നീക്കം. സിറ്റി വിഷൻ പൂപ്പാറ.